ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് അഡ്ജോൺമെന്റ് മോഷൻ, സ്ട്രൈക്കർ ICB, JP Morgan GBI EM ഇൻഡെക്സ്, നോൺ പെർഫോമിംഗ് അസറ്റ്സ്, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് ബൊളീവിയ. അപ്പോൾ അതിലാദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്ജോൺമെന്റ് മോഷനെ കുറിച്ചാണ്. ഈ അഡ്ജോൺമെന്റ് മോഷനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നീറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദങ്ങളുടെ ഒരു കോണ്ടെക്സ്റ്റിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പാർലമെന്റിൽ പ്രതിപക്ഷ പാർട്ടികൾ അഡ്ജോൺമെന്റ് മോഷൻ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തതായിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 13 വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു അടിയന്തര പ്രമേയം എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ബേസിക്കലി നിങ്ങൾ സ്റ്റാറ്റിക് ടോപ്പിക്കായിട്ട് ഇന്ത്യൻ പൊളിറ്റിക്കകത്ത് പാർലമെന്റ് പഠിക്കുമ്പോൾ പഠിക്കുന്ന ഒരു സംഭവമാണ് അഡ്ജോൺമെന്റ് മോഷൻ എന്നുള്ളത്. ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് ലോക്സഭയിൽ മാത്രം അവതരിപ്പിക്കാൻ പറ്റുന്നത്. സാധാരണഗതിയിൽ ഗവൺമെന്റിനെ സെൻഷർ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഗവൺമെന്റിനെ വലിയ രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് പ്രതിപക്ഷം യൂസ് ചെയ്യുന്നൊരു ടൂളാണ് ഈ അഡ്ജോൺമെന്റ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ മലയാളത്തിൽ വിളിക്കുക അടിയന്തര പ്രമേയം എന്നാണ്. സാധാരണഗതിയിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി സ്പീക്കർ കൊടുക്കാറില്ല. അപൂർവമായിട്ട് മാത്രമേ ഇത് പ്രാക്ടിക്കലി ഈ മോഷൻ അവതരിപ്പിക്കാനുള്ള അനുമതി കിട്ടാറുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ലോക്സഭയിൽ മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മോഷനാണ് ഈ അഡ്ജോൺമെന്റ് മോഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഏതെങ്കിലും വളരെ അർജന്റ് ആയിട്ടുള്ള പബ്ലിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള മാറ്ററിനകത്ത് ഈ സഭയുടെ അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അഡ്ജോൺമെന്റ് മോഷൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനെ അടിയന്തര പ്രമേയം എന്ന് വിളിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ച നടത്താൻ വേണ്ടിയിട്ടാണ് ഈ പ്രമേയം അവതരിപ്പിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ നമ്മുടെ സഭാ സമ്മേളനങ്ങൾ നടക്കുന്ന സമയത്ത് ഓരോ ദിവസത്തെയും സഭാ സമ്മേളനത്തിന്റെ ഓരോ സിറ്റിങ്ങിലും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നേരത്തെ തന്നെ സഭയുടെ സെക്രട്ടേറിയറ്റ് ചാർട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ അഡ്ജോൺമെന്റ് മോഷൻ വന്നു കഴിഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ആ ദിവസം ചാർട്ട് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെച്ചിട്ടാണ്, അതായത് സഭ നിർത്തിവെച്ചിട്ടാണ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർത്തിവെച്ചിട്ടാണ് ഈ പ്രമേയം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോക്സഭയുടെ നോർമൽ ആയിട്ടുള്ള വർക്കിങ്ങിനെ ഇത് ഇന്ററപ്റ്റ് ചെയ്യും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അഡ്ജോൺമെന്റ് മോഷൻ സഭയിൽ അവതരിപ്പിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 50 അംഗങ്ങളെങ്കിലും ഈ പ്രമേയത്തെ പിന്തുണച്ചാൽ മാത്രമേ ഇത് സഭയിൽ അവതരിപ്പിക്കാൻ പറ്റൂ. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇത് അവതരിപ്പിക്കാനുള്ള അനുമതി കൊടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ലോക്സഭ സ്പീക്കർക്കാണ്. അപ്പോൾ ഇത്തരത്തിൽ സഭാ നടപടികൾ നിർത്തിവെച്ച് ഈ വിഷയം ചർച്ച ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതൊരു എക്സ്ട്രാ ഓർഡിനറി ഡിവൈസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വളരെ അടിയന്തര പ്രാധാന്യമുള്ള പബ്ലിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നതെങ്കിലും സാധാരണഗതിയിൽ ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ഒരു ടൂളായിട്ടാണ് ഈ പ്രതിപക്ഷ പാർട്ടികൾ അഡ്ജോൺമെന്റ് മോഷൻ സഭയിൽ അവതരിപ്പിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു എലമെന്റ് ഓഫ് സെൻഷർ ഉണ്ട്. ഗവൺമെന്റിന്റെ അക്കൗണ്ടബിലിറ്റി ഉറപ്പുവരുത്തുന്ന രീതിയിൽ ഒരു എലമെന്റ് ഓഫ് സെൻഷർ, ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നൊരു കാര്യം ഇതിനകത്ത് നടക്കുന്നതുകൊണ്ട് തന്നെ ഇത് അഡ്ജോൺമെന്റ് മോഷൻ എന്ന് പറയുന്നത് ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പറ്റൂ. രാജ്യസഭയിൽ അഡ്ജോൺമെന്റ് മോഷൻ അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. ഇനി ഈ അഡ്ജോൺമെന്റ് മോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്, അഡ്ജോൺമെന്റ് മോഷൻ സഭയിൽ അവതരിപ്പിക്കാനുള്ള അനുമതി കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രമേയത്തിന്റെ മുകളിൽ ഏറ്റവും കുറഞ്ഞത് 2.5 മണിക്കൂറെങ്കിലും ചർച്ച ചെയ്തിരിക്കണം എന്നുണ്ട്. അതായത് അടിയന്തര പ്രമേയത്തിന്റെ മുകളിലുള്ള ചർച്ച 2.5 മണിക്കൂറിൽ കുറയാതെ നടത്തണം എന്നുണ്ട്. അറ്റ്ലീസ്റ്റ് 2.5 hours എങ്കിലും ഈ ചർച്ച നടത്തണം എന്നുണ്ട്. ഇനി ഈ ഒരു അഡ്ജോൺമെന്റ് മോഷൻ സഭയിൽ അവതരിപ്പിക്കാനുള്ള അനുമതി കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു അഡ്ജോൺമെന്റ് മോഷൻ സഭയിൽ അവതരിപ്പിക്കണമെങ്കിൽ അതിന് ചില കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ അറ്റ്ലീസ്റ്റ് 50 MP-മാരുടെയെങ്കിലും സപ്പോർട്ട് അതിന് കിട്ടിയിരിക്കണം. രണ്ടാമതായിട്ട് വളരെ ഡെഫിനിറ്റ് ആയിട്ടുള്ള, ഫാക്ച്വൽ ആയിട്ടുള്ള, അർജന്റ് ആയിട്ടുള്ള ഒരു പബ്ലിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ അഡ്ജോൺമെന്റ് മോഷൻ അവതരിപ്പിക്കാൻ പറ്റൂ. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ വിഷയങ്ങൾ ഈ ഒരു പ്രമേയത്തിനകത്ത് ഉൾപ്പെടാൻ പാടില്ല. അതുപോലെ തന്നെ റീസെൻ്റ്ലി ഒക്യൂർ ചെയ്തിട്ടുള്ള, അതായത് തൊട്ട് അടുത്ത കാലഘട്ടത്തിലായിട്ട് നടന്നിട്ടുള്ള ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ അഡ്ജോൺമെന്റ് മോഷൻ അവതരിപ്പിക്കാൻ പറ്റൂ. അതുപോലെ തന്നെ ആ പ്രശ്നം ഒരിക്കലും വളരെ ഒരു പൊതുവായിട്ടുള്ള രീതിയിൽ, ഒരു ജനറൽ ടേമിൽ ഫ്രെയിം ചെയ്യാൻ പറ്റില്ല. സ്പെസിഫിക് ആയിട്ട് എന്താണ് പ്രശ്നം എന്നുള്ളത് പറഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഈ പ്രിവിലേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അഡ്ജോൺമെന്റ് മോഷനകത്ത് ഉൾപ്പെടുത്താൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ സഭയുടെ നിലവിലുള്ള സമ്മേളനത്തിനകത്ത് ഓൾറെഡി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയത്തിനകത്ത് പിന്നെ അഡ്ജോൺമെന്റ് മോഷൻ അവതരിപ്പിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ സബ്ജുഡീസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അഡ്ജോൺമെന്റ് മോഷൻ അവതരിപ്പിക്കാൻ പറ്റില്ല.
അതുപോലെ തന്നെ ഒരു ഡിസ്റ്റിങ്ക്റ്റ് മോഷനായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളും അഡ്ജോൺമെന്റ് മോഷനായിട്ട് അവതരിപ്പിക്കാൻ പറ്റില്ല എന്നുണ്ട്. അപ്പോൾ ഈ കണ്ടീഷൻസ് ഒക്കെ മീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മോഷനായിരിക്കും അഡ്ജോൺമെന്റ് മോഷൻ എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് സ്ട്രൈക്കർ ഇൻഫൻട്രി കാരിയർ വെഹിക്കിൾ അല്ലെങ്കിൽ സ്ട്രൈക്കർ ICVയെ കുറിച്ചാണ്. സോ ഈ സ്ട്രൈക്കർ ICVയെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് അമേരിക്കൻ ആർമി യൂസ് ചെയ്യുന്ന ഒരു ആർമേഡ് പേഴ്സണൽ കാരിയർ ആണ്, അല്ലെങ്കിൽ ഈ പട്ടാളക്കാരെ കൊണ്ടുപോകാൻ യൂസ് ചെയ്യുന്ന വാർഫ്രണ്ടിലൊക്കെ പട്ടാളക്കാരെ കൊണ്ടുപോകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻഫൻട്രി വെഹിക്കിൾ ആണ്, അല്ലെങ്കിൽ ആർമേഡ് ഇൻഫൻട്രി വെഹിക്കിൾ ആണ് ഈ സ്ട്രൈക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയും US തമ്മിലുള്ള റിലേഷൻസിന്റെ ഭാഗമായിട്ട് നമ്മളൊരു ICET അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവ് ഓൺ ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്കിനെ കുറിച്ച് ഇതിന് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയും US തമ്മിൽ നടത്തുന്ന ഡിഫൻസ് കോപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന സ്ട്രൈക്കർ ഇൻഫൻട്രി വെഹിക്കിൾസ് ഇന്ത്യയിൽ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിൽ നടക്കുന്നതായിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 12 വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഇന്ത്യയും US തമ്മിൽ മറ്റു ചില പ്രധാനപ്പെട്ട ഡിഫൻസ് എക്യുപ്മെൻറ്റുകളുടെ പ്രൊക്യൂർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചില എഗ്രിമെൻറ്റുകൾ ഓൾറെഡി സൈൻ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് US നിന്ന് ഇന്ത്യ ഒരു MQ-9B എന്ന് പറയുന്ന അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് അല്ലെങ്കിൽ ഡ്രോണുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി സൈൻ ചെയ്തിട്ടുള്ള എഗ്രിമെൻറ്റ്. മറ്റൊന്നാണ് ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടിയിട്ട് GE-414 എന്ന് പറയുന്ന എഞ്ചിനുകൾ പർച്ചേസ് ചെയ്യാനും അത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് ഇന്ത്യയിൽ ലോക്കലി ലൈസൻസ്ഡ് മാനുഫാക്ചറിങ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ്. അത് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു ഡിഫൻസ് ഡീലിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ, ഇത് ഫൈനലൈസ് ചെയ്തിട്ടുള്ള ചർച്ചകൾ നടക്കുന്നതായിട്ടുള്ള വാർത്ത വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് എന്താണ് ഈ ഒരു വെഹിക്കിൾ അല്ലെങ്കിൽ എന്താണ് ഇതെന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സ്ട്രൈക്കർ ICV എന്ന് പറയുന്നത്, ഈ സ്ട്രൈക്കർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫാമിലി ഓഫ് വെഹിക്കിൾസ് ആണ്. ഒരു 8 വീൽ കോൺഫിഗറേഷനിലുള്ള, അതായത് 8 വീലുകളുള്ള ഒരു ഫാമിലി ഓഫ് ആർമേഡ് വെഹിക്കിൾസ് ആണ്. ഇതിന് പല മോഡൽസും ഉണ്ട്. അപ്പോൾ ഇത് ബേസിക്കലി ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആർമേഡ് പേഴ്സണൽ കാരിയർ ആണെന്ന് മനസ്സിലാക്കുക. ആർമേഡ് പേഴ്സണൽ കാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യുദ്ധങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളിൽ സൈനികരെ സുരക്ഷിതരായിട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, ഈ ഇൻഫൻട്രി അതായത് കാലാൾപ്പടനെ സുരക്ഷിതരായിട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ട്രൂപ്സിനെയും എക്യുപ്മെൻറ്റുകളൊക്കെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആർമേഡ് പ്രൊട്ടക്ഷനുള്ള വെഹിക്കിൾസിനെയാണ് ആർമേഡ് പേഴ്സണൽ കാരിയേഴ്സ് എന്ന് വിളിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്ട്രൈക്കർ ഫാമിലി ഓഫ് വെഹിക്കിൾസ് എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് ടൈപ്പ് ഓഫ് സ്ട്രൈക്കർ വെഹിക്കിൾസ് ഉണ്ട്. ഇതിൻ്റെ ബേസിക് കോൺഫിഗറേഷൻസ് എല്ലാം തന്നെ സെയിം ആണ്, പക്ഷേ ഡിഫറൻറ്റ് പേർപ്പസുകൾക്ക് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ട്രൈക്കർ വെഹിക്കിളുകൾ ഉണ്ട്. അതിലൊന്നാണ് ഈ ICV എന്ന് പറയുന്നത്. ഈ ICV എന്ന് പറയുന്നത് ആർമേഡ് പേഴ്സണൽ കാരിയർ ആണെന്ന് മനസ്സിലാക്കുക. ഇത് അമേരിക്കയിലെ ഒരു പ്രധാനപ്പെട്ട ഡിഫൻസ് മാനുഫാക്ചറാണ് ജനറൽ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഈ ജനറൽ ഡൈനാമിക്സിൻ്റെ ലാൻഡ് ബേസ്ഡ് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുന്നത്, അതായത് ജനറൽ ഡൈനാമിക്സ് പ്രധാനമായിട്ടും എയർഫോഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റുകളാണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിലും അവരുടെ ഈ ആർമിക്കൊക്കെ വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു ജനറൽ ഡൈനാമിക്സിൻ്റെ ഒരു സബ്സിഡറി ഉണ്ട്. അതിനെയാണ് ജനറൽ ഡൈനാമിക്സ് ലാൻഡ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലാൻഡ് സിസ്റ്റംസിൻ്റെ കനേഡിയൻ ബ്രാഞ്ച് ആയിട്ടുള്ള ജനറൽ ഡൈനാമിക്സ് ലാൻഡ് സിസ്റ്റം കാനഡ എന്ന് പറയുന്ന കമ്പനിയാണ് ഈ സ്ട്രൈക്കർ വെഹിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ബേസിക്കലി കനേഡിയൻ ആർമി നേരത്തെ യൂസ് ചെയ്തിരുന്ന ഒരു കനേഡിയൻ LAV-3 എന്ന് പറയുന്ന ഒരു ലൈറ്റ് ആർമേഡ് വെഹിക്കിൾ 3 എന്ന് പറയുന്ന ഒരു ഇതിന് സിമിലർ ആയിട്ടുള്ള മറ്റൊരു വെഹിക്കിൾ ഉണ്ട്. അതിനെയും അതുപോലെ തന്നെ സ്വിറ്റ്സർലാൻഡിലെ മിലിറ്ററി യൂസ് ചെയ്യുന്ന മൊവാഗ് പിറാന എന്ന് പറയുന്ന മറ്റൊരു വെഹിക്കിൾ ഉണ്ട്. ഇതിന് രണ്ടിനെയും ബേസ് ചെയ്തിട്ട് ഈ അമേരിക്കൻ ഡിഫൻസ് മാനുഫാക്ചർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ആർമേഡ് പേഴ്സണൽ കാരിയർ ആണ് ഈ സ്ട്രൈക്കർ ICV എന്ന് മനസ്സിലാക്കുക. ഇത് നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് JP Morgan GBI-EM ഇൻഡെക്സ് ആണ്. ഓക്കെ, സോ ഈ JP Morganന്റെ GBI-EM ഇൻഡെക്സിനെ കുറിച്ച് ഇതിന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് JP Morganന്റെ ഈ GBI-EM ഇൻഡെക്സ് അല്ലെങ്കിൽ ഗവൺമെൻറ് ബോണ്ട് ഇൻഡെക്സ് എമേർജിംഗ് മാർക്കറ്റ്സ് എന്ന് പറയുന്ന ഈ ഇൻഡെക്സിനകത്ത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ്, 2023 സെപ്റ്റംബറിലാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ചില സെക്യൂരിറ്റീസ് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഈ ജൂൺ ജൂലൈ തൊട്ട് നടപ്പിലാക്കി തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 9 ഈ പറയുന്ന ഇന്ത്യൻ ബോണ്ടുകൾ ഈ JP Morganന്റെ ഇൻഡെക്സിനകത്ത് ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ, ഒരു എക്സ്പ്ലെയിനർ പോലെ ഒരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ JP Morganന്റെ GBI-EM ഇൻഡെക്സ് എന്ന് പറയുന്നത്, ഇൻഡെക്സ് EM എന്ന് പറയുന്നത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എമേർജിംഗ് മാർക്കറ്റ് കൺട്രീസ് ഉണ്ട്. അപ്പോൾ ഇന്ത്യ, ഇന്തോനേഷ്യ, ചൈനയൊക്കെ പോലുള്ള രാജ്യങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള രാജ്യങ്ങളിലെ ലോക്കൽ കറൻസി ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള സോവറൈൻ ബോണ്ടുകൾ ഉണ്ടാവും. ഓക്കെ, ഗവൺമെൻറ് ബോണ്ടുകളൊക്കെ പോലത്തെ സോവറൈൻ ബോണ്ടുകൾ ഉണ്ടാവും. ആ ബോണ്ടുകളുടെ ഇൻഡെക്സ് ആണ് ഈ GBI-EM ഇൻഡെക്സ് എന്ന് പറയുന്നത്.
അപ്പോൾ ഈ GBI-EM ഇൻഡെക്സിനകത്ത് ഒരു രാജ്യത്തിൻ്റെ ഗവൺമെൻറ് ബോണ്ടിനെ ഉൾപ്പെടുത്തുന്നത് കാരണമുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗവൺമെൻറ് ബോണ്ടിൻ്റെ ട്രസ്റ്റ് വർത്തിനെസ് ആണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിന്ന് നമ്മൾ റിസോഴ്സ്, അതായത് പണം കണ്ടെത്താൻ വേണ്ടിയിട്ട്, കടം വാങ്ങിക്കാൻ വേണ്ടി ഇന്ത്യൻ കറൻസിയിൽ പണം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അത് ആളുകൾക്ക് കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ട് തോന്നും. കുറഞ്ഞ പലിശ നിരക്കിൽ നമുക്ക് വലിയ രീതിയിൽ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് കടം വാങ്ങിക്കാൻ ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഇതിലൂടെ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ആളുകൾ ഇതിനകത്ത് ഇത്തരത്തിലുള്ള ഗവൺമെൻറ് ബോണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് ഇന്ത്യൻ ബോണ്ടുകളിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്റ്റ് ചെയ്യാൻ കൂടുതൽ കാരണമാകും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ആർട്ടിക്കിളിനകത്തൊക്കെ പറയുന്നത് ഒരു പെർ മന്ത് ഒരു $2 ബില്യൺ തൊട്ട് $2.5 ബില്യൺ വരെ ഇത്തരത്തിൽ ഇന്ത്യൻ ഗവൺമെൻറ് ബോണ്ടുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതാണ് പറയുന്നത്. അപ്പോൾ അടുത്തൊരു 10 മാസത്തേക്കുള്ള കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു $20 to $25 ബില്യൺ ഗ്ലോബൽ ഫണ്ട് ഈ പറയുന്ന ഇൻഡെക്സിൽ ഇത് ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രം ഇന്ത്യയിലേക്ക് വരുന്നതാണ് പറയുന്നത്. അതുകൂടാതെ ഇത് വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ളൊരു ബോണ്ടാണെന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കാര്യമുള്ളതുകൊണ്ട് തന്നെ കുറഞ്ഞ പലിശ നിരക്കിൽ നമുക്ക് ഈ കടം കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഫിസിക്കൽ ഡെഫിസിറ്റും കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റും കുറക്കാൻ ഇത് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ കടം വാങ്ങിച്ചിട്ട് അതിന് കൊടുക്കേണ്ടി വരുന്ന പ്രീമിയം ഉണ്ട്, ആ റിസ്ക് ഓഫ് പ്രീമിയം കുറയും. ഫണ്ടിങ് കോസ്റ്റ്, ഇൻട്രസ്റ്റ് കുറയുന്നതോട് കൂടിയിട്ട് ഫണ്ടിങ് കോസ്റ്റ് കുറയും. അതിലൂടെ നമ്മുടെ എക്കണോമിക് സ്റ്റെബിലിറ്റിനെ ഇത് സഹായിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഇൻഡെക്സിനകത്ത് ഉൾപ്പെടുത്തുന്നത് കാരണം ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഇന്ത്യൻ എക്കണോമിക്കകത്ത് വിവിധ മേഖലകൾ നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് ഇവിടുത്തെ കോർപ്പറേറ്റ് സെക്ടറിലാണെങ്കിൽ അവരുടെ ഫിനാൻസിങ് കോസ്റ്റ് ഒക്കെ കുറച്ച് കുറക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടറിൽ കൂടുതൽ പ്രൈവറ്റ് ലെൻഡിങ്ങിന് വേണ്ടിയിട്ട് അവർക്ക് പണം കണ്ടെത്താൻ പറ്റും. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ലോങ് ടേം ഫിനാൻസിങ്ങിലൂടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനൊക്കെ ഇത് സഹായിക്കുമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഇൻഡെക്സിനകത്ത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ചില ടൈപ്പ് ഓഫ് ബോണ്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ട് തന്നെ അത് ഇന്ത്യൻ റുപ്പി ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള ബോണ്ടുകളാണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബോണ്ടുകളിൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ റുപ്പിക്കുള്ള ഡിമാൻഡ് കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ റുപ്പി അപ്രീഷിയേറ്റ് ചെയ്യാൻ ഇത് കാരണമാകും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ റുപ്പിയുടെ കറൻസി സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്താനും കുറച്ചും കൂടി ഇന്ത്യനെ കുറച്ചും കൂടി ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആക്കി മാറ്റാനും ഇത് സഹായിക്കും, അല്ലെങ്കിൽ ഇന്ത്യൻ കറൻസിനെ കുറച്ചും കൂടി ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആക്കി മാറ്റാനും ഇത് സഹായിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ നിലവിൽ ഈ ഒരു ബോണ്ട് ഇൻഡെക്സിനകത്ത് ഇന്ത്യയുടെ വെയിറ്റേജ് എന്ന് പറയുന്നത് ഒരു മാക്സിമം ഒരു 10% ആണ് കൊടുത്തിട്ടുള്ളത്. അത് ബേസിക്കലി മറ്റുള്ള എമേർജിംഗ് മാർക്കറ്റ്സ് ആയിട്ടുള്ള ചൈന, ബ്രസീൽ, ഇന്തോനേഷ്യ, മലേഷ്യ എന്നീ രാജ്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുള്ള സെയിം ബെഞ്ച് മാർക്കാണെന്ന് മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ ഇത് കാരണം ഉണ്ടാകുന്ന മറ്റൊരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത്തരത്തിൽ JP മോർഗൻ എന്ന് പറയുന്ന ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു കമ്പനി അവരുടെ ഇൻഡെക്സിനകത്ത്, അവരുടെ എമേർജിംഗ് മാർക്കറ്റ്സിൻ്റെ ബോണ്ട് ഇൻഡെക്സിനകത്ത് ഇന്ത്യൻ ഗവൺമെൻറ് ബോണ്ടുകൾ ഉൾപ്പെടുത്തിയത് കാരണം ഇതിന് സമാനമായിട്ടുള്ള രീതിയിൽ മറ്റുള്ള ഈ JP മോർഗന് സിമിലർ ആയിട്ടുള്ള മറ്റുള്ള കമ്പനികളും ഇത് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത് ഓൾറെഡി ഇപ്പോൾ സംഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം സെപ്റ്റംബറിൽ JP മോർഗൻ ഇത് ചെയ്തതിന് ശേഷം കഴിഞ്ഞ 2024 മാർച്ചിൽ ബ്ലൂംബർഗ് അവരുടെ എമേർജിംഗ് മാർക്കറ്റ്സിൻ്റെ ബോണ്ട് ഇൻഡെക്സിനകത്ത് ഇന്ത്യൻ ബോണ്ടുകൾ ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ FTSE പോലുള്ള കമ്പനികളും ഇത് പിന്തുടരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കൂടുതൽ മണി ഫ്ലോ ഇന്ത്യൻ എക്കണോമിയിലേക്ക് വരാൻ സഹായിക്കുമെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് നോൺ പെർഫോമിംഗ് അസറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഈ നോൺ പെർഫോമിംഗ് അസറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ബാങ്കുകളുടെ ഗ്രോസ് NPA റേഷ്യോ ഒരു 12 വർഷത്തിലെ ഏറ്റവും താഴത്തെ നിലയിലെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 17 വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ നോൺ പെർഫോമിംഗ് അസറ്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പോൾ നോൺ പെർഫോമിംഗ് അസറ്റ്സ് അല്ലെങ്കിൽ NPAs എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമുക്കറിയാം ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസറ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അവർ കൊടുത്തിട്ടുള്ള ലോണുകളാണ്. അതാണ് അവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇൻകം ജനറേറ്റ് ചെയ്യാത്ത ഇത്തരത്തിലുള്ള ബാങ്കുകളുടെ ലോണുകളെ, അതായത് തിരിച്ചടവ് മുടങ്ങിക്കിടക്കുന്ന ലോണുകളെയാണ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാറുള്ളത്. ഇൻട്രസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ അമൗണ്ടിൻ്റെ ഒക്കെ റീപേയ്മെൻറ്റ് മുടങ്ങിക്കിടക്കുന്ന ലോണുകളാണ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്ന് പറയുന്നത്. ഇത് ലോകത്തിലുടനീളം ഈ ഒരു കൺസെപ്റ്റ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയുടെ കേസിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നോൺ പെർഫോമിംഗ് അസറ്റ്സിനുള്ള ഒരു ഡെഫിനിഷൻ കൊടുത്തേക്കുന്നത്, ജനറലി കൊടുത്തേക്കുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഒരു ലോണിൻ്റെയോ അല്ലെങ്കിൽ അഡ്വാൻസിൻ്റെയോ മുകളിൽ, അതായത് ബാങ്ക് കൊടുത്തിട്ടുള്ള ഒരു കടത്തിൻ്റെ മുകളിലുള്ള പേയ്മെൻറ്റ് 90 ദിവസത്തിൽ കൂടുതൽ മുടങ്ങിക്കിടന്നാൽ അതിനെ നോൺ പെർഫോമിംഗ് അസറ്റ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യും എന്ന് മനസ്സിലാക്കുക. ഇത് ജനറലി ഉള്ളൊരു ഡെഫിനേഷനാണ്. പക്ഷേ അഗ്രികൾച്ചറൽ ലോണിൻ്റെ കേസിൽ ഇത് 2 ക്രോപ്പിംഗ് സീസണിൽ, തുടർച്ചയായി 2 ക്രോപ്പിംഗ് സീസണുകളിൽ പേയ്മെൻറ്റ്
വരാതിരുന്നാൽ, ഓക്കെ, പ്രിൻസിപ്പൽ എമൗണ്ടിലോ ഇൻട്രസ്റ്റിൻ്റെ ഒക്കെ പേയ്മെൻറ്റ് വരാതിരുന്നു കഴിഞ്ഞാൽ അഗ്രികൾച്ചറിൻ്റെ കേസിൽ അതാണ് നോൺ പെർഫോമിംഗ് അസറ്റ്സിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി നോൺ പെർഫോമിംഗ് അസറ്റ്സിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസറ്റ്സ് ഉണ്ട്. അതിനകത്ത് ഒന്നാമത്തതാണ് സബ് സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. സബ് സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു NPA 12 മാസമായിട്ട്, ഓക്കെ, അപ് ടു 12 months വരെ, ഓക്കെ, അതായത് 12 മാസം വരെ ഒരു ലോൺ അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് NPA ആയിട്ട് തുടർന്ന് കഴിഞ്ഞാൽ അതിനെയാണ് സബ് സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്ന് പറയാം. 90 ദിവസത്തിൽ കൂടുതൽ തിരിച്ചടവ് മുടങ്ങിയ NPA ആയിട്ട് മാറും. 12 മാസം വരെ മുടങ്ങി ഒരു സംഗതി, ഒരു ലോണ് അഡ്വാൻസ് NPA ആയിട്ട് തുടർന്ന് കഴിഞ്ഞാൽ അതിനെ സബ് സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്ന് പറയും. ഇനി ഇത്തരത്തിലുള്ള ഒരു അസറ്റ് 12 മാസത്തിൽ കൂടുതൽ NPA ആയിട്ട് തുടർന്നാൽ അതിനെ ഡൗട്ട്ഫുൾ അസറ്റായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, അപ്പോൾ 12 മാസം വരെയാണെങ്കിൽ സബ് സ്റ്റാൻഡേർഡ് അസറ്റ്, 12 മാസത്തിൽ കൂടുതലാണെങ്കിൽ ഡൗട്ട്ഫുൾ അസറ്റ് എന്ന് മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ ഏറ്റവും എക്സ്ട്രീം ക്ലാസിഫിക്കേഷനാണ് ലോസ് അസറ്റ് എന്ന് പറയുന്നത്. ലോസ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺകളക്റ്റബിൾ ആയിട്ടുള്ള, അതായത് ബാങ്കിന് ഏകദേശം തിരിച്ചടവ് കംപ്ലീറ്റ്ലി കിട്ടില്ല എന്ന് ഏകദേശം ഉറപ്പായിട്ടുള്ള ലോണുകൾ ഉണ്ടാവും. ഓക്കെ, അതിനെയാണ് ലോസ് അസറ്റ് എന്ന് പറയാം. അപ്പോൾ അത്തരത്തിലുള്ള കടത്തിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബാങ്കിന്റെ കേസിൽ ചിന്തിച്ചാൽ അത്തരത്തിലുള്ള ഒരു അസറ്റിന് പിന്നെ വലിയ വാല്യൂ ഒന്നുമില്ല. അതിന്റെ അർത്ഥം ഈ പറയുന്ന അസറ്റിൽ നിന്ന് ഒട്ടും ഒരു തരത്തിലുള്ള വരുമാനവും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വരവും ബാങ്കിന് കണ്ടെത്താൻ പറ്റില്ല എന്നല്ല, പക്ഷേ ഏകദേശം അൺകളക്റ്റബിൾ ആണ് ബാങ്ക് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള അസറ്റുകളെയാണ് ലോസ് അസറ്റ് എന്ന് പറയാം. അപ്പം ഇങ്ങനെയുള്ളതൊക്കെ അവസാനം ഈ ബാങ്കുകൾ അവരുടെ ബാലൻസ് ഷീറ്റിനകത്ത് റൈറ്റ് ഓഫ് ആണ് ചെയ്യാറുള്ളത്. ഇനി ഈ പറയുന്ന നോൺ പെർഫോമിംഗ് അസറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലുള്ള ലീഗൽ പ്രൊവിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പ്രധാനമായിട്ടും 3 നിയമങ്ങൾ ഓർത്തു വെക്കുക. ഒന്നാമത്തത് ദ റിക്കവറി ഓഫ് ഡെപ്റ്റ്സ് ഡ്യൂ ടു ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് അല്ലെങ്കിൽ RDB ആക്ട് എന്ന് പറയുന്ന 1993 ഒരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് ഒരു ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽസും അതുപോലെ തന്നെ ഡെപ്റ്റ് റിക്കവറി അപ്പലറ്റ് ട്രിബ്യൂണൽസും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഇത്തരത്തിലുള്ള ബാങ്കുകൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ കൊടുക്കാനുള്ള കടം റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണലുകളും ഡെപ്റ്റ് റിക്കവറി അപ്പലറ്റ് ട്രിബ്യൂണലുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് 2002 സർഫേസി ആക്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട് എന്ന് പറയുന്നത്. സോ ഈ നിയമം അനുസരിച്ച് ഇത്തരത്തിൽ കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാനുള്ള ബാങ്കുകൾക്കും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും പ്ലെഡ്ജ് ചെയ്തിട്ടുള്ള സ്വത്ത് വകകൾ കണ്ടുകെട്ടാനുള്ള, അത് കോടതിയിൽ പോകാതെ തന്നെ ഈ ഡിഫോൾട്ട് ബോറോവേഴ്സിന് കടം തിരിച്ചു കൊടുക്കാത്ത കടക്കാരുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടാനുള്ള അവകാശം അല്ലെങ്കിൽ അധികാരം കൊടുക്കുന്നതാണ് ഈ സർഫേസി ആക്ട് എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് റീസെൻ്റ്ലി വന്നിട്ടുള്ള 2016 വന്നിട്ടുള്ള ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡാണ്. സോ ഈ നിയമം അനുസരിച്ച് ഈ കോർപ്പറേറ്റ് ഇൻസോൾവൻസി, അതായത് നമ്മുടെ ഇന്ത്യയിലെ NPAയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നെന്ന് പറയുന്നത് വൻകിടക്കാരായിട്ടുള്ള ചില കമ്പനികൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ള പണം തിരിച്ചു കൊടുക്കാത്തതായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് ഭീമന്മാരുടെ കേസിൽ അല്ലെങ്കിൽ കോർപ്പറേറ്റുകളുടെ കേസിൽ അവരുടെ ഇൻസോൾവൻസി റെസൊല്യൂഷനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോസസ്സും ഈ സ്ട്രെസ്ഡ് അസറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻസോൾവൻസി പ്രോസസ്സും അതിനകത്ത് NPA ഒക്കെ ഉൾപ്പെടും. ഈ വക കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നതാണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 എന്ന് പറയുന്നത്. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്ലേസസ് ന്യൂസ് ആണ്. അത് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായിട്ടുള്ള അല്ലെങ്കിൽ സൗത്ത് അമേരിക്കൻ രാജ്യമായിട്ടുള്ള ബൊളീവിയയാണ്. അപ്പോൾ ബൊളീവിയ നമ്മൾ പ്ലേസസ് ന്യൂസ് ആയിട്ട് എടുക്കാനുള്ള കാരണം, ഇപ്പോൾ 2019 ബൊളീവിയയിൽ ഒരു അട്ടിമറിക്ക് സമാനമായിട്ടുള്ള ഒരു മിലിറ്ററി കൂന് സമാനമായിട്ടുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. അന്നത്തെ ബൊളീവിയൻ പ്രസിഡന്റ് ആയിരുന്ന ഇവോ മൊറാലസിന് അഗെയിൻസ്റ്റ് ആയിട്ട്. അപ്പോൾ അതിന് സമാനമായിട്ടുള്ള രീതിയിൽ ഇന്നലെ ഈ ബൊളീവിയയിലെ പ്രസിഡന്റിനെതിരായിട്ട് ബൊളീവിയയിലെ ചില സൈനിക മേധാവികൾ ചേർന്നുകൊണ്ട് ഒരു അട്ടിമറി ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പരാജയപ്പെട്ടു. ഈ സൈനിക ജനറൽമാരെല്ലാം ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നിങ്ങൾക്ക് ഇന്നത്തെ ഹിന്ദുവിലും ഇന്ത്യൻ എക്സ്പ്രസിലൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബൊളീവിയ എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കൻ കോണ്ടിനെന്റിലെ വെസ്റ്റേൺ സെൻട്രൽ പാർട്ടിലായിട്ട്, ഓക്കെ, അവരുടെ വെസ്റ്റേൺ സെൻട്രൽ പാർട്ടിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് ബൊളീവിയ എന്ന് പറയുന്നത്. ഈ അമേരിക്കാസിലുള്ള 2 ലാൻഡ് ലോക്ക്ഡ് കൺട്രീസ് ആണ് പരാഗ്വേയും ബൊളീവിയയും. ഓക്കെ, അപ്പോൾ അമേരിക്കൻ വൻകരകളിലുള്ള 2 ലാൻഡ് ലോക്ക്ഡ് കൺട്രീസിലൊന്നാണ് ബൊളീവിയ എന്ന് മനസ്സിലാക്കുക. ഇനി ബൊളീവിയയുടെ അതിർത്തി രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ നോർത്തിലും ഈസ്റ്റിലും കിടക്കുന്നത് ബ്രസീലാണ്. സൗത്ത് ഈസ്റ്റേൺ സൈഡിലായിട്ട് പരാഗ്വേ കിടക്കുന്നുണ്ട്. സദേൺ സൈഡിലായിട്ട് അർജന്റീന, സൗത്ത് വെസ്റ്റായിട്ട് ചിലി, വെസ്റ്റേൺ സൈഡിലായിട്ട് പെറു
എന്നീ രാജ്യങ്ങളാണ് ബൊളീവിയയുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. ഇനി ബൊളീവിയയുടെ പ്രാക്ടിക്കലി അവരുടെ ക്യാപിറ്റൽ ലാപാസ് എന്ന് പറയുന്ന പ്രദേശമാണ്. അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്യാപിറ്റൽ വേറെയാണ്, പക്ഷേ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ ലാപാസ് ആണ്. ഇനി അവരുടെ ലാർജസ്റ്റ് സിറ്റി, ഏറ്റവും വലിയ സിറ്റി എന്ന് പറയുന്നത് സാന്റാക്രൂസ് ആണ്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്കയിലുള്ള ഈ പറയുന്ന അമേരിക്കൻ വൻകരകളിലെ പരാഗ്വേ കൂടാതെയുള്ള ഒരേ ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രി എന്ന് പറയുന്നത് ബൊളീവിയ ആണ്. അതുപോലെ തന്നെ സദേൺ ഹിമസ്ഫിയറിലുള്ള ഏറ്റവും വലിയ ലാൻഡ് ലോക്ക്ഡ് കൺട്രിയും ബൊളീവിയ ആണ്. ഇനി ബൊളീവിയ, ചിലി, അർജന്റീന എന്നീ 3 രാജ്യങ്ങളായിട്ട് പരന്നു കിടക്കുന്ന ഒരു മേഖലയാണ് ലിത്തിയം ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ലോകത്തിന്റെ ടോട്ടൽ ലിത്തിയം റിസർവിന്റെ ഏകദേശം 60% ഈ ലിത്തിയം ട്രയാങ്കിളിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ ബൊളീവിയയുടെ കേസിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, സൗത്ത് അമേരിക്കയിലുള്ള ആൻഡീസ് പർവ്വതനിരകൾ ബൊളീവിയയിലൂടെയാണ് കടന്നു പോകുന്നത്. വലിയ രീതിയിൽ ഈ ജിയോളജിക്കലി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ജിയോഗ്രഫിക്കലി നോക്കിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോറസ്റ്റുകളും ഫോണയൊക്കെ ഉള്ള ഒരു രാജ്യം കൂടിയാണ് ബൊളീവിയ എന്ന് മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.